ഇതിലിപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ഹേമ കമ്മിറ്റിയുടെ മേലാണ് വെച്ചിരിക്കുന്നത് സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമല്ല സർക്കാരിൻ്റെ മുന്നിൽ പ്രധാനപ്പെട്ട ഗുരുതരമായ തെളിവുകൾ സർക്കാർ എന്ന നിലയ്ക്ക് സർക്കാരാണ് നടപടി എടുക്കേണ്ടത്. അതിന് ഈ ഹേമ കമ്മിറ്റി പറഞ്ഞതിനപ്പുറം പോകില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ വന്നു, അതിനുശേഷം ഹൈക്കോടതി വന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നല്ലേ വിവരാവകാശ കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടല്ലേ ഈ റിപ്പോർട്ട് കൊടുത്തത് തന്നെ. അപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ ഒന്നും പറയുന്നില്ല എന്ന് പറയും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ WCC എന്ന സംഘടനയുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഡോക്ടർ അരുൺ കേട്ടിരുന്നു? ഞാൻ കേട്ടില്ല. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ആർജവും അതിനുശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. കമ്മിറ്റിയെ വെറുതെ ഏൽപ്പിച്ചതാണോ? അതിനു മുന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. WCC എന്ന സംഘടന വന്നത്, അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.